വിപിൻ സി വിജയൻ കൂടിയുണ്ട്. വിപിൻ, ഇതിപ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കലാശക്കൊട്ട് നിലമ്പൂരിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമ്പോൾ മറ്റൊരു അപൂർവ കാഴ്ചയ്ക്ക് കൂടി ഇത്തവണ നിലമ്പൂർ സാക്ഷ്യം വഹിച്ചു. കലാശക്കൊട്ടിൽ പങ്കെടുക്കാതെ ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നു, വോട്ട് തേടുന്ന കാഴ്ച. അതും ഒരു അപൂർവ കാഴ്ചയാണ്. ഈ മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും ഇത് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അതിലേറ്റവും പ്രധാനം PV അൻവറാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായി കൂടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കുമെന്ന് നിശ്ചയിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ ആ തരത്തിലേക്ക് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിന്റെ ക്വാർട്ടർ ഫൈനൽ എന്ന രീതിയിൽ കൂടി അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ഇനിയുള്ള അടുത്ത ഒരൊറ്റ ദിവസം കൊണ്ട് കൂട്ടലും കിഴിക്കലുകളും അവസാനവട്ട വോട്ടുറപ്പിക്കലും ഒക്കെ നടക്കണമല്ലോ വിപിൻ? അതേ അനുജ, അങ്ങനെ കൊട്ടിക്കലാശം കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ എല്ലാ ആവേശവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രചാരണത്തിന്റെ ചൂടും ചൂരും എല്ലാം ഉള്ള ഒരു കൊട്ടിക്കലാശമാണ് കഴിഞ്ഞിരിക്കുന്നത്. പെരുമഴയായിരുന്നു, പക്ഷേ അതിലൊന്നും അലിയാത്ത ഒരു കൊട്ടിക്കലാശം കഴിഞ്ഞ് ഇതാ UDF-ന്റെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഇവിടുന്ന് പിരിയുന്നതേ ഉള്ളൂ. ഒപ്പം ഇനി നാളെ നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. നിശബ്ദ പ്രചാരണത്തിൽ ഈ കൂട്ടലും കുഴിക്കലും ഈ പറഞ്ഞതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ വോട്ട് വരാനുണ്ട്, അല്ലെങ്കിൽ വോട്ടിന്റെ ചോർച്ച എവിടെയായിരിക്കും എന്നുള്ളതൊക്കെ ഓരോ കേന്ദ്രങ്ങളും കൂട്ടിക്കിഴിച്ച് നോക്കുക തന്നെയാണ് ഇപ്പോഴും. അതിൽ എടുത്തു പറയേണ്ടത്, ഇപ്പോൾ PV അൻവറിനെ സംബന്ധിച്ച് ഇന്ന് കൊട്ടിക്കലാശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സ്ട്രാറ്റജിയിലേക്ക് അത് PV അൻവർ മാറുന്നു. അതിന് തൊട്ടു മുൻപ് അദ്ദേഹം ആദ്യം മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു പരസ്യ പ്രചാരണത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ വീടുകളിലേക്ക് കയറുന്ന സമയത്തൊക്കെ തന്നെ ആ ഒരു സസ്പെൻസ് എല്ലാ ഘട്ടത്തിലും നിലനിർത്തിയിരുന്നു. വീടുകളിലേക്ക് ആദ്യഘട്ടത്തിൽ പരസ്യ പ്രചാരണത്തിനില്ല എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. പിന്നെ ഒറ്റ ദിവസം കൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന്, അതായത് നിലമ്പൂരിൽ നിന്ന് വഴിക്കടവിലേക്ക് ഒരു റോഡ് ഷോ വയ്ക്കുന്നു. ഈ റോഡ് ഷോയോട് കൂടി തന്നെ പരമാവധി ശക്തി പ്രകടനം കാണിക്കുന്നു. അതിന് പിറ്റേ ദിവസമുള്ള കൊട്ടിക്കലാശത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു. അവിടെ ആ സമയത്ത് വീട് കയറാം എന്നുള്ളത്, കാരണം കൊട്ടിക്കലാശത്തിൽ ഒരു വീട് കാണിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ്. മുന്നണികളുമായി അത്തരത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം നിൽക്കാൻ കഴിയില്ല. അതിന് പകരമായി വോട്ട് ലഭിക്കാവുന്ന സ്ഥലങ്ങളിലെ അതിൻ്റെ നേതാക്കളെ കാണുക, അത്തരത്തിലുള്ള നീക്കങ്ങളാണ് PV അൻവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. എന്നാൽ UDF-ഉം LDF-ഉം ഈ പറഞ്ഞതുപോലെ തന്നെ അവരെയൊക്കെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പോരാട്ടമാണ്. UDF-നെ സംബന്ധിച്ച് കൈവിട്ടു പോയ മണ്ഡലമാണ്. അത് തിരിച്ചു പിടിക്കാൻ ആര്യാടൻ മുഹമ്മദിന്റെ മകനെ തന്നെ ഇറക്കി ആണ് UDF ഈ കളം പിടിക്കുന്നത്. അതിൽ ആര്യാടൻ ഷൗക്കത്തിന് വിജയിച്ച് കയറുക എന്നുള്ളതൊരു അഭിമാന പോരാട്ടമാണ്. വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ UDF-ന്റെ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാ നേതാക്കളും ഇവിടെ കേന്ദ്രീകരിച്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചാരണം നടത്തിയിരുന്നത്. CPM-നെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നോക്കിയിരുന്നെങ്കിൽ പിന്നീട് അത് അവരുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിലേക്ക് തന്നെ എത്തുകയായിരുന്നു. M സ്വരാജ് വന്നതോടുകൂടിയാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ ചിത്രം തന്നെ മറ്റൊന്നായി മാറുന്നത്. ഒരു ഹൈ പ്രൊഫൈൽ മത്സരമായി ഇവിടെ അത് മാറുകയായിരുന്നു. ഈ M സ്വരാജിന്റെ വരവോട് കൂടി തന്നെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. PV അൻവറിലേക്ക് CPM-ന്റെ അനുഭാവികളുടെ വോട്ട് ചോരും എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ കൂടിയാണ് CPM-ന്റെ മുതിർന്ന നേതാവിനെ തന്നെ പാർട്ടി രംഗത്തിറക്കുന്നത്. അതോടുകൂടി തന്നെ പാർട്ടി വോട്ടുകൾ ഒരു തരത്തിലും ഭിന്നിച്ചു പോവുകയില്ല എന്ന് ഉറപ്പിക്കുകയായിരുന്നു. ഇനി മറ്റു വോട്ടുകൾ കൂടി അത് വ്യക്തിപ്രഭാവത്തോടെ, M സ്വരാജിന്റെ വ്യക്തിപ്രഭാവത്തോടെ നേടാൻ കഴിയുമെന്ന് LDF ക്യാമ്പ് കരുതുമ്പോൾ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആര്യാടൻ മുഹമ്മദിനോട് അത്രത്തോളം വേരോട്ടമുള്ള വൈകാരിക ബന്ധമുള്ള ഈ ഭൂമിയിൽ ആര്യാടൻ ഷൗക്കത്തിന് ഒരു ഈസി വാക്ക് ഉണ്ടാവുന്നു ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. ആദ്യഘട്ടത്തിൽ PV അൻവറിനെ ചുറ്റിയായിരുന്നു ഈ UDF-ന്റെ എല്ലാ തരത്തിലുള്ള ചർച്ചകളും എന്നുണ്ടെങ്കിൽ അത് PV അൻവർ എപ്പോൾ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചോ അതോടുകൂടി അദ്ദേഹത്തെ അവഗണിക്കുക, പിന്നീട് രാഷ്ട്രീയം പറയുക, മത്സരം LDF UDF ആക്കി മാറ്റുക എന്നുള്ളതിലേക്കായിരുന്നു. ചില ഘട്ടങ്ങളിൽ അത് പാളിയെന്നുണ്ടെങ്കിലും പിന്നീട് എല്ലാ ഘട്ടത്തിലും ആ രാഷ്ട്രീയമായി അദ്ദേഹത്തെ അവഗണിച്ച രാഷ്ട്രീയമായിട്ടുള്ള പോരിലേക്ക് LDF-നും UDF-നും പോകാൻ സാധിച്ചിരിക്കുന്നു. അപ്പോൾ എത്രത്തോളം വോട്ടുകൾ അദ്ദേഹം പിടിക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ്. അതിന്റെ ഓരോ കൂട്ടിക്കിഴികളും ഈ പാർട്ടിയുടെ മുന്നണികളിൽ നടക്കും.